കണ്ണുകൾ കംപ്ലീറ്റ്ലി സ്റ്റക്കായിരിക്കും. എത്രമാത്രം കണ്ണുകൾ തുറക്കാൻ ശ്രമിക്കുന്നു അത്രമാത്രം ഡിഫിക്കൽട്ടി എടുക്കാൻ ശ്രമിക്കുന്നവരും ആ കൈ ഒട്ടി ചേർന്നുകൊണ്ട് യു ക്യാൻ ട്രൈ ചെയ്യുന്നവരും ആ കൈ ഇങ്ങനെ ഒട്ടി ചേർന്നുകൊണ്ടിരിക്കും. ആ ലൈറ്റിലോട്ട് നോക്കി ആൻഡ് സ്ലീപ്പ് കംപ്ലീറ്റ്ലി ഫുള്ളി ഡീപ്പർ റിലാക്സേഷൻ ശരീരത്തിലെല്ലാം മസിൽസ് കൂടുതൽ റിലാക്സേഷൻ കംപ്ലീറ്റ്ലി ഡീപ്പർ റിലാക്സേഷൻ. ഈ ഒരു സമയത്ത് ഞാൻ ഇയാളുടെ രണ്ട് കൺട്രോളുകളിലേക്ക് ആ സൂപ്പറുകൾ ഇയാളുടെ കൺട്രോളിലേക്ക് ഒഴുകി ഇറങ്ങുമ്പോൾ രണ്ട് കൺട്രോളുകളിലേക്കും ആ സൂപ്പറുകൾ കംപ്ലീറ്റ്ലി രണ്ട് കണ്ണുകൾ ഒട്ടിച്ചേർന്നിരിക്കും. ഇനി എത്രമാത്രം കണ്ണുകൾ തുറക്കാൻ ശ്രമിക്കുന്നു അത്രമാത്രം ഡിഫിക്കൽട്ട് ആയിക്കൊണ്ടിരിക്കും, ഇമ്പോസിബിൾ ആയിക്കൊണ്ടിരിക്കും. കണ്ണുകൾ കംപ്ലീറ്റ്ലി സ്റ്റക്കായിരിക്കും. എത്രമാത്രം കണ്ണുകൾ തുറക്കാൻ ശ്രമിക്കുന്നു അത്രമാത്രം ഡിഫിക്കൽട്ടി ഇമ്പോസിബിൾ ആയിരിക്കും, കംപ്ലീറ്റ്ലി സ്റ്റക്കായിരിക്കും. എത്ര ട്രൈ ചെയ്യുന്നോ അത്രയും കണ്ണ് അടഞ്ഞ് ചേർന്നുകൊണ്ടിരിക്കും, തുറക്കാൻ പറ്റത്തില്ല. ട്രൈ ചെയ്യുന്നതോറും ഡിഫിക്കൽട്ട് ആവും, പാനിക്കൊന്നും ആവത്തില്ല. കംപ്ലീറ്റ്ലി ആ കണ്ണ് അടഞ്ഞ് ചേർന്നുകൊണ്ടിരിക്കും. ട്രൈ ചെയ്യുന്നതോറും ഡിഫിക്കൽട്ടസ് കൂടിക്കൊണ്ടിരിക്കും. എത്രമാത്രം ട്രൈ ചെയ്യുന്നു അത്രയും ഡിഫിക്കൽട്ട് ആയിക്കൊണ്ടിരിക്കും. കംപ്ലീറ്റ്ലി ഇയാളുടെ കണ്ണുകൾ സ്റ്റക്കായിരിക്കും. എത്ര ട്രൈ ചെയ്യുന്നു അത്രയും ഇതിങ്ങനെ ഒട്ടി ചേർന്നുകൊണ്ടിരിക്കും, കണ്ണ് തുറക്കാൻ സാധിക്കത്തില്ല. ഇഫ് യു ട്രൈ ഹാർഡർ ഇറ്റ് വിൽ ഗോ മോർ ഹാർഡർ. ട്രൈ ചെയ്യുന്നതോറും അതിങ്ങനെ അടഞ്ഞിടന്ന് ചേർന്നുകൊണ്ടേയിരിക്കും. എത്ര ട്രൈ ചെയ്യുന്നു അത്രയും കണ്ണ് അടഞ്ഞുകൊണ്ടേയിരിക്കും. ഓപ്പൺ ചെയ്യാൻ ട്രൈ ചെയ്യുന്നതോറും കണ്ണ് അടഞ്ഞുകൊണ്ടിരിക്കും. ട്രൈ ചെയ്യുന്നതോറും അടഞ്ഞുകൊണ്ടേയിരിക്കും. ശ്രമിക്കുന്നതോറും അടങ്ങി ഡിസ്റ്റർബൻസ് ആയി കണ്ണ് അടഞ്ഞുകൊണ്ടേയിരിക്കും, പറ്റത്തില്ല. പക്ഷെ പാനിക്കാവത്തില്ല. ഞാനൊന്ന് സ്നാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ കണ്ണ് തുറക്കാൻ പറ്റും. എങ്ങനെയുണ്ടായിരുന്നു? ഓക്കെ പിടിച്ച് അന്നയുടെ ഈ കൈ ഇങ്ങനെ ടൈറ്റ് ചെയ്യുമ്പോൾ അന്നയ്ക്ക് എവിടെയെങ്കിലും ടൈറ്റ്നസ് ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ള ആ കൈയോട് തൊട്ട് കാണിച്ചാൽ ഇവിടെ എവിടെയെങ്കിലും പ്രഷർ ഫീൽ ചെയ്യുന്നുണ്ടോന്ന്, ഇവിടെ പ്രഷർ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ, എന്നാൽ ഇവിടെ തന്നെ ഫോക്കസ് ചെയ്യുക. അവിടെ നിന്ന് പ്രഷറിന് എടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ സ്റ്റക്കാക്കി, ഇവിടെ നിന്ന് എടുത്ത് ഇവിടെയും കൊണ്ടുവന്ന് സ്റ്റക്കാക്കി, പിന്നെ മൊത്തത്തിൽ സ്റ്റക്കാക്കിയിരിക്കും കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പ് കമ്പിയായിരിക്കും കൈ എന്ന് പറയുന്നത്. ഇനി എത്ര വളയ്ക്കാൻ ശ്രമിക്കുന്നോ അത്രയും കൈ വന്നുകൊണ്ടിരിക്കും. കംപ്ലീറ്റ്ലി ഇത് സ്റ്റക്കായിരിക്കും. എത്രമാത്രം വളയ്ക്കാൻ ശ്രമിക്കുന്നോ അത്രമാത്രമേ കൈ വന്നുകൊണ്ടിരിക്കും. വളയ്ക്കാൻ ശ്രമിക്കുന്നതോട് ഡിഫിക്കൽട്ട് ആവും, വളയ്ക്കാൻ പറ്റത്തില്ല. ട്രൈ ചെയ്യുന്നതോട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. യു ക്യാൻ ട്രൈ ചെയ്യുന്നതോട് കൈ വന്നുകൊണ്ടേയിരിക്കും. ട്രൈ ചെയ്യുന്നവർ കൈ വന്നുകൊണ്ടേയിരിക്കും. ട്രൈ ചെയ്യുന്നവർ കൈ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇയാൾ കൈ സ്റ്റക്കായി പോയി അല്ലേ? അപ്പോൾ എന്തോ ഈ കൈ എടുത്ത് ഇറുക്കി പിടിക്കും. ഇയാളിപ്പോൾ ഇറുക്കി പിടിക്കുമ്പോൾ എന്തോ വെച്ചാൽ ഹെൽപ്പ് ചെയ്യാൻ വന്ന ഈ കൈ ഇത് സ്റ്റക്കായിരിക്കും ഇവിടെ. ഇനി ഇത് എടുത്ത് മാറ്റാൻ പറ്റത്തില്ല. അത് ട്രൈ ചെയ്യുന്നവർ ഇങ്ങനെ ഒട്ടി ചേർന്നുകൊണ്ടിരിക്കും. ഇളക്കിയെടുക്കാൻ ശ്രമിക്കുന്നവരും ആ കൈ ഒട്ടി ചേർന്നുകൊണ്ടിരിക്കും. യു ക്യാൻ ട്രൈ ചെയ്യുന്നവരും ആ കൈ ഇങ്ങനെ ഒട്ടി ചേർന്നുകൊണ്ടിരിക്കും, പറ്റത്തില്ല. അപ്പോൾ ഇപ്പോൾ എല്ലാവരും നോക്കുമല്ലേ? അപ്പോൾ ഇയാൾ അങ്ങോട്ട് നോക്കുക, അവരെ നോക്കുമ്പോൾ എന്തോ നോക്കി അങ്ങോട്ട് നോക്കിയാൽ അപ്പോൾ ഈ കഴുത്തില്ലേ, കഴുത്ത് സ്റ്റക്കായിരിക്കും. കഴുത്ത് തിരിക്കാൻ പറ്റത്തില്ല. തിരിക്കാൻ ശ്രമിക്കുന്നവർ കഴുത്ത് അങ്ങോട്ട് പോകും. ഇങ്ങോട്ട് കഴുത്ത് ശ്രമിക്കാൻ ശ്രമിക്കുന്നവർ കഴുത്ത് അങ്ങോട്ട് പൊക്കിക്കൊണ്ടേയിരിക്കും, പറ്റത്തില്ല. കംപ്ലീറ്റ്ലി സ്റ്റക്കായി ആകെ പെട്ടു അല്ലേ? കുഴപ്പമില്ല, കഴുത്തിൻ്റെ വിഷയമല്ലേ? കഴുത്തിൻ്റെ മാറ്റർ നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ? അപ്പോൾ കഴുത്ത് തൊട്ട് കഴിഞ്ഞാൽ കഴുത്ത് മാത്രം തിരിക്കാൻ പറ്റും. കഴുത്തിരിക്കാം. അപ്പോൾ എന്തോ ചെയ്യുന്നത് വെച്ചാൽ വാ തുറക്കാമോ? ചുമ്മാ വാ തുറന്നേ. നാക്കുണ്ടാകും നോക്കാനാ. വാ തുറന്നേ. ഇത്രേ ഉള്ളൂ. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ എങ്ങനെ വാ തുറക്കുന്നേ? വേറെ ആരും നോക്കത്തില്ല, വേറെ ഒന്നും ചിന്തിക്കാനും പറ്റില്ല. ഇപ്പോൾ വാ തുറന്നേ. അപ്പോൾ ഈ വാ ഇല്ലേ സ്റ്റക്കായിരിക്കും. ഇനി വാ എത്ര അടയ്ക്കാൻ ശ്രമിച്ചാലും വാ ഇങ്ങനെ തുറന്നു വന്നുകൊണ്ടിരിക്കും. അടയ്ക്കാൻ ശ്രമിക്കുന്നവർ വാ തുറന്നു വന്നുകൊണ്ടിരിക്കും. എത്ര അടയ്ക്കാൻ ശ്രമിക്കുന്നു അത്രയും വാ തുറന്നു വന്നുകൊണ്ടിരിക്കും, പറ്റത്തില്ല അടയ്ക്കാൻ. ഡിഫിക്കൽട്ട് ആവും അല്ലേ? വാ ഇത്ര നേരം മുമ്പ് എനിക്ക് വാ തുറന്നു ശ്രമിക്കില്ല. മൂക്കി തൊട്ട് കഴിഞ്ഞാൽ വാ അടയ്ക്കാം. കൈ ഇവിടെ സ്റ്റക്കായിരിക്കും, എടുക്കാൻ പറ്റത്തില്ല. ട്രൈ ചെയ്യുന്നതുകൊണ്ട് ഡിഫിക്കൽട്ട് ആവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഈ കൈ ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൈ എടുക്കാൻ പറ്റും. അപ്പോൾ നേരത്തെ പോവുകയാണെങ്കിൽ ഇയാൾ സ്ലീപ്പിലോട്ട് പോകും. ആൻഡ് സ്ലീപ്പ് കംപ്ലീറ്റ് സ്ലീപ്പ് കംപ്ലീറ്റ്. എന്തൊരു പാനിക്കാണോ? പേടിയാണോ? വീണ്ടും ആൻഡ് ഫീൽ ഫ്രീ. ബാബാ തീർന്നില്ല, ശ്വാസം എടുത്തേ. പാനിക്കാവല്ലേ? ഇത് ഫുൾ എക്സ്പീരിയൻസ് ചെയ്ത് ഭയങ്കര രസമാണ് അല്ലേ? ഇത് ഫുൾ എക്സ്പീരിയൻസ് ചെയ്താൽ ഇതിൻ്റെ ലാസ്റ്റ് ഇവരടുത്തൊക്കെ പറയാൻ ഏറ്റവും അടിപൊളിയാണെന്ന് ഇയാൾ പറയും. സമയമില്ല, പോകാൻ സമയം. ശ്വാസം എടുത്തേ. അല്ലെങ്കിൽ നോക്കി ആൻഡ് സ്ലീപ്പ് കംപ്ലീറ്റ് ഫുള്ളി ഡീപ്പർ റിലാക്സേഷൻ. ഏറ്റവും റിലാക്സേഷനിലോട്ട് 10, 9, 8, 7, 6, 5, 4, 3, 2, 1 ഡീപ്പർ റിലാക്സേഷൻ. അങ്ങനെ ഇയാൾ ഏറ്റവും ഡീപ്പർ റിലാക്സേഷൻ്റെ ആഴങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാളുടെ ഏറ്റവും റിലാക്സേഷൻ്റെ ആഴങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ആകാശം, മേഘം, ഭൂമി, കടലുകൾ, മേഘം, കൊച്ചി അതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു സാധനം തലയിൽ നിന്ന് എടുത്ത് കളിയിട്ട് കളയുകയാണ്. വേറെ നല്ല ഇയാളുടെ സ്വന്തം പേരങ്ങ് പോയി. ഇനി എത്ര ആലോചിക്കാൻ ശ്രമിച്ചാലും കിട്ടത്തില്ല കേട്ടോ. ഇവിടെ നോക്കി. അപ്പോൾ ഇയാളുടെ പേര് എനിക്ക് അജ്മൽ എന്നാണ് കേട്ടോ. ഇയാളുടെ പേരെന്താ പോയി, ഉറക്ക സംസാരം കിട്ടത്തില്ല, കംപ്ലീറ്റ് പേര് പോയി. എനിക്ക് അജ്മൽ എന്നാണ്. കൂടെ വന്ന പേര് എന്തൊക്കെയാണ്, അൽത്താഫ്, അല്ലമീൻ, വിനോദ്. എൻ്റെ പേര് അജ്മൽ. ഇയാളുടെ പേര് ഈ ഓർക്കാൻ ശ്രമിക്കുന്ന വെള്ള ബോർഡ് ഓർമ്മ, വൈറ്റ് ബോർഡ് മാത്രം ഓർമ്മ. പേരെന്താ ഓർക്കാൻ ശ്രമിക്കുന്ന ഡിഫിക്കൽട്ട് ആവും, പേര് പോയി. അങ്ങ് പോയി.
എൻ്റെ അച്ഛൻ കേട്ടോ ഇയാളുടെ വർക്കാസ് ഡിഫിക്കൽട്ട് വെള്ള ബോർഡ് മാത്രം വൈറ്റ് ബോർഡ് മാത്രം വരും വൈറ്റ് ബോർഡ് മാത്രം പേര് ഇതാ നീ എടുത്തു അതാ കെട്ടിപ്പോയോ പോയി നീ കിട്ടത്തില്ല എത്ര ആളുകൾ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആവും വർക്കാസ് ഡിഫിക്കൽട്ട് ആവും പക്ഷേ ഒരു കാര്യമുണ്ട് ഐ ക്യാൻ ഹെൽപ്പ് യു ദാറ്റ് ആ കയ്യിൽ നിന്ന് ഇവിടെ നിന്ന് ഈ ചെയർ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തലയിലോട്ട് വയ്ക്കുമ്പോഴത്തേക്ക് ഇയാളുടെ പേര് ജാനു എന്നാ എന്തുവായിരുന്നു ഹൈ പേരെന്തുവായിരുന്നു കിട്ടിയാ ശ്വാസത്തെ ആ പേര് പോയി ഇനി ഒട്ടും കിട്ടത്തില്ല പോയി ഇത് അങ്ങോട്ട് പറഞ്ഞെങ്കിൽ പോയി ആ പേര് ഇനി കിട്ടത്തേ ഇല്ല പോയി കുറച്ച് സമയം ഡിഫിക്കൽട്ട് ആയിക്കൊണ്ടിരിക്കും കുറച്ച് സമയം ഡിഫിക്കൽട്ട് ഒരു അച്ഛൻ കേട്ടോ കുറച്ച് സമയം ഡിഫിക്കൽട്ട് ആയിക്കൊണ്ടിരിക്കും ഇമ്പോസിബിൾ ആയിട്ട് എത്ര ആളുകൾ അത്രയും അത് വെള്ള ബോർഡായിട്ട് വന്നത് വെള്ള ബോർഡ് മാത്രം ഉള്ളൂ ആ ലൈനൊക്കെ നോക്കുന്നതോറും അത് ഇങ്ങനെ മാഞ്ഞു അതിൻ്റെ നോക്കി മാഞ്ഞു വെക്കൊണ്ടിരിക്കും പേര് എന്താ പേര് പോയി ഇനി കിട്ടത്തേ ഇല്ല ഇതുവായിരുന്നു അന്ന ഇവിടെ എന്തെങ്കിലും വിഷമമുണ്ടോ ഇവിടെ ഇപ്പം എടുത്തോളാം ഓക്കെ കൂടുതൽ റിലാക്സേഷൻ കാര്യങ്ങളിലേക്ക് എക്സാക്ട്ലി റിലാക്സേഷൻ കാര്യങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടേയിരിക്കും ശരീരഭാഗങ്ങളും മുഴുവൻ റിലാക്സായി പൊയ്ക്കൊണ്ടേയിരിക്കും മനസ്സിലുണ്ടാകുന്ന കുറേ വിഷമങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് എടുത്ത് കളയും ഇയാളും ഭയങ്കര ഹാപ്പി ആവും പഠിക്കാനുള്ള ഫ്യൂച്ചറിൽ പൈസ ഉണ്ടാക്കുന്ന ജോലി അതേപോലെ തന്നെ വീട്ടുകാരെ പൈസ ഇങ്ങനെയുള്ള കുറേ ആൾ ഇയാളുടെ മനസ്സിൽ നിറയാനുള്ള ഫീല് ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആയില്ലേ ഒഴിഞ്ഞു വരും ഫീല് കിട്ടിയില്ലേ ശരി താങ്ക് യു